ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഭരണം നടത്തിയ കാലം നമുക്കൊക്കെ അറിയാമല്ലോ. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി അവിടുന്ന് പറയുകയുണ്ടായി, ഞാൻ അഭിലഷിക്കുന്നത് ഈ ഇന്ത്യയിൽ ഉമറിന്റെ ഭരണം ഉണ്ടാവണമെന്നാണ്. എന്തായിരുന്നു ഉമറിന്റെ ഭരണം? നമ്മളൊക്കെ കേട്ടതാണ്. ചരിത്രങ്ങൾ നമ്മൾ ഒരുപാട് വായിച്ചവരാണ്, പഠിച്ചവരാണ്. പലപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധീരന്മാരായ ആളുകളുടെ ചരിത്രം പറഞ്ഞപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ണീർ വാർത്തവരാണ്. എന്തായിരുന്നു, ആരായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? ഖലീഫയായി, ഭരണാധികാരിയായി, ഭരണക്കസേരയിലിരുന്ന് സുഖകരമായി കൊണ്ട് നാടിനെ ഭരിക്കേണ്ട ഒരു ഭരണാധികാരി അവിടുന്ന് രാത്രികാലങ്ങളിൽ ഇറങ്ങി നടക്കുകയാണ്. എല്ലാവരും സുഖനിദ്രയിൽ കിടക്കുന്ന സമയത്ത് ഇറങ്ങി നടന്നുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുകയാണ്. തന്റെ ഭരണീയർ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് ഇറങ്ങി അന്വേഷിക്കുകയാണ്. ആ അന്വേഷണത്തിൽ ഒരുപാട് അവിടുത്തെ കഥകളും ചരിത്രങ്ങളുമുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പലപ്പോഴും പല വീട്ടുവാതിൽക്കലും ചെല്ലുന്ന സമയത്ത് വീടിനുള്ളിൽ നിന്ന് കേൾക്കുന്ന കരച്ചിലുകൾ എന്തിനു വേണ്ടിയാണെന്ന് ആലോചിച്ച് നേരെ തന്റെ ഗോഡൌണിലേക്ക് ചെന്നുകൊണ്ട് അവിടെ നിന്ന് ആ വീട്ടുകാർ കരയുന്നത്, ആ വീട്ടിലെ കുഞ്ഞുമക്കൾ കരയുന്നത് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്തതിന്റെ പേരിലാണ് എന്നാലോചിച്ച്, പടച്ച റബ്ബേ, എന്റെ ഭരണത്തിന് കീഴിൽ ഈ ഉമർ ഇവിടെ ഭരണം നടത്തുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾ പട്ടിണിയാകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ചോദിക്കപ്പെടുമല്ലോ. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. ഓരോരുത്തരും ഭരണാധികാരികളാണ്. ഓരോരുത്തരും അവരുടെ പ്രജകളെ കുറിച്ച് അവരുടെ ഭരണത്തെക്കുറിച്ചും അവരുടെ പ്രജകൾക്ക് എന്ത് ചെയ്തു കൊടുത്തു എന്നുള്ളതും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യം വളരെ വ്യക്തമായ ബോധമുള്ളത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹു അടിമ കൂടെ ഉണ്ടായിട്ടും സ്വന്തം ചുമലിൽ ഗോതമ്പ് ചാക്കേറ്റിയിട്ട്, ആ തോളത്ത് ഗോതമ്പ് ചാക്കേറ്റിയിട്ട് നേരെ വീട്ടിലേക്ക് നടന്നു ചെന്നുകൊണ്ട് ആ പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് അത് പാകം ചെയ്ത് അവർ ഭക്ഷണം കഴിക്കുന്നത് കണ്ട് തിരിച്ചു പോരുകയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഞാൻ ഈ സംഭവം പറയുന്നത്, ഇത്തരം ഒരുപാട് ചരിത്രങ്ങളൊക്കെ മഹാന്മാരെ കുറിച്ചുള്ള, ഔലിയാക്കളെ കുറിച്ചുള്ള, സഹാബത്തിനെ കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മാനസികമായി സങ്കടപ്പെട്ടു പോകും. അതുപോലെ തന്നെ വലിയ ത്യാഗം ചെയ്തവരാണ് അവരെ എന്ന് നമ്മൾ അവരെ കുറിച്ച് സ്മരിക്കും. പോരാ, അവിടെ നിർത്താനുള്ളതല്ല. ആ ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടണം നമ്മളിലൂടെ. അതിനുവേണ്ടിയാണ് ഇത്തരം സദസ്സുകൾ. അവരുടെ ചരിത്രങ്ങൾ പറയുക മാത്രമല്ല, ആ ചരിത്രങ്ങൾ നമ്മളിലൂടെ ഇവിടെ ആവർത്തിക്കപ്പെടണം. അതെങ്ങനെയാണ്? നമ്മുടെ ചുറ്റുമുള്ള പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ അയൽവാസികളുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, അക്രിമിൽ ജാറ വലൗ കാന കാഫിറ. നിന്റെ അയൽവാസി ഏതു മതക്കാരനാണെന്ന് നോക്കേണ്ടതില്ല. അവൻ കൃത്യമായി ഭക്ഷണം കിട്ടുന്നുണ്ടോ? അവന് ജോലിയുണ്ടോ? അവന്റെ ക്ഷേമം എന്ത്? അവൻ ക്ഷാമം അനുഭവിക്കുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കലും അറിയലും അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കൽ ഒരയൽവാസി എന്നുള്ള ഒരു കടമ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അവനൊരിക്കലും യഥാർത്ഥ മുസ്ലിം ആകാൻ കഴിയില്ല. ഈ പാഠങ്ങളൊക്കെ പഠിക്കുകയും അതൊക്കെ ഉൾക്കൊള്ളുകയും ചെയ്ത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, ഞാൻ എന്റെ അയൽവാസിയോട് എന്തൊക്കെ കടമകൾ നിർവഹിക്കുന്നുണ്ട്. ഈ ചരിത്രങ്ങളും മഹാന്മാരുടെ ചരിത്ര സംഭവങ്ങളൊക്കെ യഥേഷ്ടം കേൾക്കുന്ന നമ്മൾ, അതൊക്കെ വലിയ ത്യാഗമാണ് എന്ന് സമ്മതിക്കുന്ന നമ്മൾ, എന്തേ നമ്മുടെ ജീവിതത്തിൽ ഇതിനുള്ള അവസരങ്ങൾ ഒരുപാട് കിട്ടിയിട്ട്
നാം ഉപയോഗപ്പെടുത്താത്തത് എന്ത് എന്ന് ഞാൻ എൻ്റെ ശരീരത്തോട് ചോദിക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോരുത്തരോട് ചോദിക്കേണ്ടതുണ്ട്. ചോദിച്ച് ആ ചോദ്യചിഹ്നം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിലനിർത്തിയിട്ട് അതിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് ഈ കാഞ്ഞിരപ്പുഴ നേർച്ചയുടെ വലിയ സന്ദേശമായി കൊണ്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആരും നമ്മുടെ അയൽവാസികളെയോ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെയോ ഒരിക്കലും അവർക്ക് ഉള്ള പ്രയാസങ്ങളിൽ നമ്മൾ ഒരിക്കലും കണ്ണടച്ചു പോകാൻ പാടില്ല. പലപ്പോഴും ഇന്നത്തെ പുതിയ ജനറേഷൻ, നമ്മുടെ ഈ കാലം നമുക്കറിയാം, എല്ലാം റീൽസായി വരുന്ന ഒരു കാലം. ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു കാട്ടിക്കൂട്ടലുകളായി ജനങ്ങൾക്ക് മുമ്പിൽ എന്തൊക്കെയോ കോമാളി വേഷം കെട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴുള്ള പുതിയ ചാരിറ്റികൾ പോലും